ബി.ജെ.പിയുടെ എക്കാലത്തെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഹിന്ദുത്വവും വികസനവും. അതുപറഞ്ഞാണ് അവരെല്ലാ സംസ്ഥാനത്തും അധികാരത്തിലെത്തുന്നത്. സംസ്ഥാനത്ത് അധികാരത്തിനായി ആ മുദ്രാവാക്യം ഉപയോഗിക്കുമ്പോൾ അവർ പ്രധാനമായി പറയുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാരാണ്. ഏതായാലും ഇപ്പോൾ ആ മുദ്രാവാക്യം ബി.ജെ.പിയെ വട്ടം കറക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ. കാരണം അവരുടെ ഈ പ്രധാനപ്പെട്ട രണ്ട് മുദ്രാവാക്യങ്ങളും അവരുടെ സഖ്യകക്ഷികളായ ടി.ഡി.പിയും ജനസേനയും അടിച്ചു മാറ്റിയിരിക്കുന്നു. പവൻ കല്യാണാകട്ടെ ഒരു പടി കൂടി കടന്ന് സനാതന ധർമ്മത്തിൻ്റെ രക്ഷകനാണ് താനെന്ന് പ്രഖ്യാപിക്കുകയും സനാതന ബോർഡ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു യാത്ര നടത്തുകയും ചെയ്തു. അതിന് വലിയ സ്വീകാര്യതയാണ് രാജ്യമെമ്പാടും നിന്നും ലഭിച്ചത്. ഏതായാലും ഈ ആന്ധ്രാപ്രദേശിൽ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമായി ഉയരാനുള്ള ശ്രമമാണ് പവൻ കല്യാൺ. ഒപ്പം തന്നെ അതിന് തൊട്ടു പിന്നാലെ അതിനെ കവച്ചു വെക്കുന്ന നീക്കങ്ങളുമായി ചന്ദ്രബാബു നായിഡുവിടെ കളത്തിലിറങ്ങിയതോടെ കളം നിറഞ്ഞിരിക്കുന്നു. തിരുപ്പതി ദേവസ്ഥാനം ഉൾപ്പെടെ ഹിന്ദു ദേവസ്വം ബോർഡുകളിൽ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അഹിന്ദുക്കളെ ഒരിക്കലും നിയമിക്കില്ല എന്ന് പറഞ്ഞ നായിഡുവിനും കിട്ടി കയ്യടി. ഇതിനിടയിലാണ് ഇത് പ്രധാന മുദ്രാവാക്യമായി ആന്ധ്രാപ്രദേശിൽ മുൻപോട്ട് പോകാനായിരുന്നു ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയായി മാറിയത്. 2024 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജനസേനയുടെയും ടി.ഡി.പിയുടെയും സഖ്യകക്ഷിയായി മത്സരിച്ച ബി.ജെ.പിക്ക് 11% വോട്ട് നേടാൻ കഴിഞ്ഞു. എന്നാൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാലങ്ങളിലെല്ലാം 3-4% വോട്ടിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുമില്ല. ഇനി അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നിലവിൽ ഭരണമില്ലാതിരിക്കുന്ന വൈ.എസ്.ആർ കോൺഗ്രസിനെ പിളർത്തുക, ഇല്ലെങ്കിൽ അതിൻ്റെ അണികളെ ചോർത്തിയെടുക്കുക. അങ്ങനെ വളരാമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.